ഹലോ നമസ്കാരം. അതിന്ന് നമ്മൾ പൂക്കളത്തിനെ കുറിച്ചൊന്ന് പറയാനാണ്. ഓണത്തിന് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇപ്പം അനിഴാണ്. ഇപ്പം എല്ലാ വീടുകളിലും അങ്ങനെ പ്രതീക്ഷിക്കുകയല്ല, എല്ലാ വീടുകളിലും പൂക്കളം ഒരുക്കണം. അത് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ടാവുന്നത്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ രാവിലെ കുളിച്ച് പൂക്കൾ പറിക്കാൻ പോയിരുന്നു. അത് ശരിക്കും ഒരു ഔദ്യോഗിക ഒരു പറച്ചിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ആ കാലമൊക്കെ കഴിഞ്ഞു. ആ കാലത്തല്ല, പണ്ടും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് പൂക്കളൊക്കെ കിട്ടുമായിരുന്നു. നമ്മൾ കാട്ടിൽ നിന്ന് കുറച്ച് പൂക്കളൊക്കെ കിട്ടുമായിരുന്നു. ഞാൻ അതുപോലെ രാവിലെ എണീക്കുക, പിള്ളേരുടെ സ്കൂൾ പൂട്ടി, അവർ രാവിലെ എണീറ്റ് പൂക്കളിടുമോ? ഇല്ല. ആരെങ്കിലും ചാണം തൊടുമോ? ഇല്ല. അപ്പോൾ അതേ ഇവിടെ ഞങ്ങൾ പൂക്കളം ഇടാനുള്ള പരിപാടികളാണ് കേട്ടോ. പൂക്കളം ഇടുന്നത് നമ്മുടെ സുഷിയാണ്, വൈഫാണ് പൂക്കളം. കാരണം പിള്ളേരുകൾ ഏറ്റു വരുമ്പോഴേക്കും സമയം ഒത്തിരിയാവും. ഇതൊരു ചെറിയ പൂക്കൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പൂക്കളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണം മെഴുകിയിട്ടുണ്ട്. അതായത് നമ്മളെ നിലത്ത് വിരിച്ചിരിക്കുന്ന കട്ടയിൽ തന്നെയാണ് ചാണം മെഴുകിയിരിക്കുന്നത്. പണ്ട് പൂത്തറയുണ്ടായിരുന്നു നമുക്ക്. അതുപോലെ കാട്ടുപൂക്കൾ, നമ്മൾ ചെറിയ പൂക്കളൊക്കെ വിരിച്ച് പറിച്ച് കൊണ്ടുവന്നിട്ട് വയ്ക്കാറ്. ഇന്നിപ്പോൾ കാട്ടുപൂക്കളൊന്നും അന്വേഷിച്ച് പോകാനായിട്ട് ആർക്കും നേരമില്ലല്ലോ. ഇത് സത്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ പുറത്തുനിന്നുള്ള പൂ ഇന്നലെ വാങ്ങി കൊണ്ടുവച്ചു. ആ പൂക്കളാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. തമിഴ്നാട്ടിൽ നിന്ന് പൂവ് വരും, നമ്മൾ ഇടും. ഇതേപ്പോൾ കണ്ട നമ്മുടെ വൈഫാണ് പൂക്കളം റെഡിയാക്കണം. ഞാൻ കാട്ടുപൂവ് അന്വേഷിച്ച് നടന്നു. ഞാൻ അന്വേഷിച്ച് കിട്ടിയ പൂക്കളാണ്. ഇതിനെന്തെങ്കിലും പറയാം, കാവടിപ്പൂന്ന പെരുമ്പൂന്ന്. ഇതേ നമുക്ക് മുക്കുറ്റി കേട്ടോ, മുക്കുറ്റി കുറച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊരു വേറൊരു വരുത്തും പൂക്കളുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മളിത് ഇന്നലെ വാങ്ങിയ പൂവാട്ടോ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ പൂവ്. നാട്ടിലായാലും ടൗണായാലും ഏകദേശം ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലാവരും കൂടിയിട്ടേ. മക്കൾ ചെയ്യണില്ല, വീട്ടുകാരെങ്കിലും അത് ചെയ്യുക. പക്ഷെ അതിൻ്റെ നിങ്ങൾ എന്തെന്നൊന്നും അറിയില്ലെങ്കിലും അന്ന് ഇന്നത്തെ ദിവസം ഏതാണ്, അനിഴാണോ, എങ്ങനെ പൂക്കളിടണോ, അന്നും അങ്ങനത്തെ കാര്യങ്ങൾ പോലും നമ്മുടെ പുതിയ തലമുറയ്ക്കല്ല പഴയ തലമുറയ്ക്ക് തന്നെ അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നിരുന്നാലും കുറച്ച് ദിവസം തന്നെ ഉള്ളൂ. മഴയൊക്കെ ഒന്നൊരു മാറിയ അന്തരീക്ഷമാണ്. ഇതാണ് പൂക്കളത്തിൻ്റെ ഒരു വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഓണാശംസ നൽകുകയാണ്. അപ്പോൾ പൂക്കളത്തിൻ്റെ ചെറിയൊരു വിശേഷം പറഞ്ഞോളൂ. ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പൂക്കളം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ പൂക്കളം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു.